അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അടൂർ RDO പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. ഈസ്റ്റർ ആശംസകൾ കൂടി. ഈസ്റ്റർ ആശംസകൾ SKM. എന്തായാലും അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജിന്റെ മരണത്തിൽ കുടുംബമായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി ഉന്നയിച്ചിരുന്നത്. അവർ ബന്ധുക്കൾ കളക്ടർക്കും അതുപോലെ തന്നെ SP-ക്കും പരാതി നൽകിയിരുന്നു. എന്തായാലും ഈ പരാതിയിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാരും നേരിട്ട് ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ RDO ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർക്ക്. ഈ റിപ്പോർട്ടിലാണ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കടമ്പനാട് വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വല്ലാത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അത് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആ സമ്മർദ്ദം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിൽ മനോജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 30-ലധികം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാഷ്ട്രീയ സമ്മർദ്ദം ഭരണകക്ഷിയിലേതാണെന്ന് പറയുമ്പോൾ തന്നെ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. എന്തായാലും ഈ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. കളക്ടർ ഇത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഒരു പകർപ്പ് പത്തനംതിട്ട SP-ക്കും കൈമാറും. ബന്ധുക്കൾ ഒരു പരാതി നൽകിയെങ്കിലും അത്തരത്തിലൊരു അന്വേഷണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച അന്വേഷണം ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവർ ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം ബലമടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വന്നതിന് ശേഷം മാത്രമേ തുടരന്വേഷണത്തിലേക്ക് കടക്കൂ എന്നൊരു നിലപാടിലാണ് അവർ. എന്തായാലും ഇപ്പോൾ ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട ചില ആളുകളുടെ പങ്ക് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എന്തായാലും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറും. താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.